ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലൂയ. ഇന്നൊരു പ്രത്യേകമായ ഒരു വിശേഷം നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഈ മാസം 19-ാം തീയതി നമ്മുടെ റൂഹ അഭിഷേക ഡെലിവറൻസ് ധ്യാനം ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ധ്യാനം കൂടാൻ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഈ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തീരും. ധ്യാനം നടക്കുന്നത് IMS ധ്യാനഭവനിലാണ് കേട്ടോ. പറവൂരി IMS ധ്യാനഭവനിലാണ്. ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛനാണ് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരുമിച്ച് പറഞ്ഞ ഹാലേലൂയ. ഇന്നൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും വിവാഹ ജീവിതം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 21-ാം തിരുവചനം. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളർച്ചു കയറും, അത് കർത്തൃസന്നിധിയിൽ എത്തുന്നവരെ അവൻ സ്വസ്ഥത അനുഭവിക്കില്ല. ഹാലേലൂയ. വിനീതന്റെ പ്രാർത്ഥന. അപ്പോൾ വിനീതൻ എന്ന് പറയുന്ന നീതിമാനായ അല്ലെ സത്യസന്ധയോട് ജീവിക്കുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുമെന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരാൾക്കും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവൻ സത്യസന്ധയോട് കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ കാലതാമസം വരുമെങ്കിലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് വചനം പറയുന്നത്. ഈ നിമിഷങ്ങളിൽ കർത്താവേ, ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ നിലങ്ങളായി മാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളും യേശു നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ